ഇടപാട് കേസിൽ പി വി അൻവറിന് ഇഡിയുടെ ക്ലീൻ ചിറ്റ്. അൻവറിനെതിരെ തെളിവില്ല എന്ന റിപ്പോർട്ടിൽ കലൂർ PMLA കോടതിയിൽ സമർപ്പിച്ചു. കർണാടകയിലെ ക്രഷർ ബിസിനസിൽ പങ്കാളികളാക്കാമെന്ന വാഗ്ദാനം ചെയ്ത് 50 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു മലപ്പുറം സ്വദേശിയുടെ പരാതി. സിബി സി ജോസഫ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, പറയൂ വിശദാംശങ്ങൾ. ബിനീഷ, നിലമ്പൂരിലെ മുൻ MLA ഇപ്പോൾ ബേപ്പൂരിലെ സ്ഥാനാർത്ഥിയുമായ PV അൻവറിന് കർണാടകയിൽ ക്രഷർ ബിസിനസിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പ്രവാസി എഞ്ചിനിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടി എന്ന കേസിലാണ് ED ഇപ്പോൾ PG നൽകിയിരിക്കുന്നത്. അതായത് MLAക്കെതിരെ ഇപ്പോഴും തെളിവുകൾ ഈ ഒരു പരാതിയിൽ ലഭിച്ചിട്ടില്ല എന്നതാണ് ED നൽകിയ കലൂർ PMLA കോടതി നൽകിയ ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഈ കേസിലെ പരാതിക്കാരൻ ഉന്നയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് EDയുടെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കേസ് കർണാടകയിൽ ക്രഷർ ബിസിനസിൽ ഓഹരി പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പ്രവാസി എഞ്ചിനിൽ നിന്നും 50 ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു ഇതിൽ പരാതി. മലപ്പുറം സ്വദേശിയായ നടുത്തുടി സലീം ആയിരുന്നു ഈ ഒരു പരാതി നൽകിയത്. ഇതിൽ ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചൊക്കെ കേസ് അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ED കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത്. എന്നാൽ ഈ കേസിൽ യാതൊരു തെളിവും കണ്ടെത്താനായിട്ടില്ല, അല്ലെങ്കിൽ കള്ളപ്പണം ഇടപാട് ഈ ഒരു കേസിൽ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ ED എത്തിക്കുകയാണ്. നേരത്തെ PV അൻവറിനെ പലതവണ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു കേസ് മാത്രമല്ല, മറ്റൊരു കേസും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി എടുത്ത വായ്പ വകമാറ്റി ചെലവഴിച്ചുന്ന മറ്റൊരു കേസിലും EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിലെല്ലാം തന്നെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചിരുന്നു. ഇതിൽ ഇപ്പോൾ ഈ ഒരു കർണാടകയിലെ ക്രഷർ ബിസിനസിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് എഴുതുന്ന കേസിലാണ് ഇപ്പോൾ EDയുടെ ഒരു ക്ലീൻ ചിറ്റ് ഇപ്പോൾ PV അൻവറിന് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി നിലയിൽ തന്നെ PV അൻവറിന് വളരെയധികം ആശ്വാസകരമാകുന്ന ഒരു റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ ഈ EDയുടെ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂരിലെ PMLA കോടതിയിൽ ഇപ്പോൾ ഈ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വായ്പകൾ വകമാറ്റി ചെലവഴിച്ചെന്ന കേസിൽ EDയുടെ അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, CBC ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.